രൂപ രാവിലെ ജോലി ചെയ്ത് രാത്രിയിൽ മുഴുവനും പഠിക്കുമായിരുന്നു. പിന്നെ അതിരാവിലെ കുറച്ചു സമയവും ഉറങ്ങും. ഒരു ദിവസം രൂപേ, ഏയ് രൂപേ, നേരം വെളുത്തു, എന്നാൽ ഇതുവരെ ഞങ്ങൾക്ക് ചായ പോലും തന്നില്ല. ഇങ്ങനെ പറഞ്ഞ് നീലം കിച്ചണിലേക്ക് പോയി. ചേച്ചി, ഇന്ന് കുറച്ച് ലേറ്റായി പോയി. ഞാൻ ഇപ്പോൾ തന്നെ ചേട്ടനും ചേച്ചിക്കും ചായ ഉണ്ടാക്കി തരാം. കൊള്ളാമല്ലോ, എന്തൊരു നല്ല കുട്ടിയാ നോക്ക്. രാവിലെ ലേറ്റായിട്ട് എഴുന്നേറ്റിട്ട് ഇത്രയും ലേറ്റാകുന്നത് പോലെ എഴുന്നേൽക്കാൻ രാത്രിയിൽ എന്തു പണിയാ ചെയ്യുന്നത്? ചേച്ചി, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. എനിക്ക് എക്സാം വരാൻ പോകുന്നു, അതുകൊണ്ടാ. ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, ഈ പഠിത്തത്തിലൂടെ നീ ഒന്നും നേടാൻ പോകുന്നില്ല. നീ വീട്ടുജോലികളും ഈ വീട്ടിലെ ശീലങ്ങളും പഠിക്കണം. അപ്പോഴേ നല്ലത് സംഭവിക്കൂ. ഇങ്ങനെ പഠിച്ചിട്ട് നീ എന്ത് നേടാനാ? കല്യാണം കഴിഞ്ഞ അമ്മായിയമ്മയുടെ വീട്ടിൽ പോയതിനു ശേഷം ഈ പഠിപ്പും അറിവും കൊണ്ട് നീ എന്തു ചെയ്യാനാണ്? ഇനി ഇങ്ങനെ തെറ്റ് സംഭവിക്കാത്തതുപോലെ ഞാൻ നോക്കിക്കോളാം ചേച്ചി. ഇങ്ങനെയെല്ലാം സംസാരിച്ച് നീലം ഭർത്താവ് നീരജിന്റെ അടുത്തേക്ക് പോയി. നീരജ് അപ്പോൾ ഉറങ്ങുകയായിരുന്നു. അതെ, നിങ്ങൾ നോക്കിക്കേ, രാവിലെ 8 മണിയായി. എനിക്കിതുവരെ ചായ പോലും കിട്ടിയില്ല. നിങ്ങളുടെ പുന്നാര അനിയത്തി ഇപ്പോഴും ഉറക്കമാ. ഇതിനു വേണ്ടിയാണോ എന്റെ അച്ഛൻ നിങ്ങൾക്ക് ഇത്രയും സ്ത്രീധനം തന്നത്? എന്റെ ഇന്നത്തെ ദിവസം തന്നെ പോയി. അതിരാവിലെ നിനക്ക് എന്താ? പോയി കിടന്ന് ഉറങ്ങ്. എന്തിനാ എന്നെ ഇങ്ങനെയിട്ട് കൊല്ലാക്കൊല ചെയ്യുന്നത്? പോയി സന്തോഷിക്ക്, നല്ല ഉറക്കം വരുന്നു. നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. ഞാൻ ഇത്രയും വിഷമത്തിലിരിക്കുന്നു, നിങ്ങളാണെങ്കിൽ കിടന്നുറങ്ങുക. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നേ ഇല്ല. അയ്യോ, നിന്നെ ഞാൻ ശ്രദ്ധിക്കാം. നിൽക്ക്, ഞാൻ ഇപ്പോൾ തന്നെ രൂപയോട് സംസാരിക്കാം. അവളോട് ഞാൻ പറയാം. നീരജ് രൂപയെ ഒച്ചത്തിൽ അലറി വിളിച്ചു. രൂപേ, രൂപേ, ഇവിടെ വാ. രൂപ ചായയും ബിസ്ക്കറ്റും എടുത്ത് അവിടേക്ക് പോയി. ഇതാ ചേട്ടാ, ചായയും കുറച്ച് ബിസ്ക്കറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. നീരജ് ചായയും ബിസ്ക്കറ്റും കണ്ട് അലിഞ്ഞുപോയി. അവൻ നീലത്തിനോട് ഇങ്ങനെ പറഞ്ഞു. നോക്ക്, നിനക്കും ഇതാ ചായ വന്നിട്ടുണ്ട്. ഇനി രൂപ ഒരു തെറ്റും ചെയ്യില്ല. ശരി ശരി, ക്ഷമിച്ചു, പൊയ്ക്കോ. കുറച്ചു നേരത്തിന് ശേഷം നീരജിന്റെയും രൂപയുടെയും അമ്മ അവിടേക്ക് വന്നു. രൂപമോളെ, മോളെ രൂപമോളെ, വരുന്നമ്മേ. അമ്മയ്ക്ക് സുഖമാണോ? ഞാൻ സുഖമായിരിക്കുന്നു മോളെ. നീ പറ, നിനക്ക് സുഖമാണോ? നീ നന്നായി ക്ഷീണിച്ചു. മോളുടെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? അമ്മ ഇപ്പോൾ വന്നല്ലോ, ഞാനിനി വീണ്ടും വണ്ണം വയ്ക്കും. ഇതാ മോള് ചോദിച്ച പുസ്തകം. ഇത് നിന്നെ ഗവൺമെന്റ് എക്സാമിന് പാസ്സാകാൻ ഒരുപാട് സഹായിക്കും. നീ ഉറപ്പായും 1ാം സ്ഥാനത്ത് വരും. നന്ദി അമ്മേ. അമ്മയാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല അമ്മ. ഞാൻ നല്ലവളൊക്കെ തന്നെ. എന്നാൽ ഈ പണിയില്ലാത്ത നീരജ് എവിടെ പോയി? അവൻ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോഴും ചുമ്മാതിരിക്കുവാണോ? നീരജിനെ അന്വേഷിച്ച് അവർ അവന്റെ റൂമിലേക്കും പോയി. അവിടെ 2 ദമ്പതികളും ഉച്ചയ്ക്ക് നല്ല ഉറക്കത്തിലായിരുന്നു. രണ്ടുപേരും കിടന്ന് ഉറങ്ങുന്നത് കണ്ട് അവർ മ്യൂസിക് പ്ലെയറിൽ ഒരു പാട്ടും ഇട്ടു. നല്ല ശബ്ദമുള്ള മ്യൂസിക് കേട്ട് അവരുടെ 2 പേരുടെയും ഉറക്കവും നശിച്ചുപോയി. ഏതായി പ്രാന്തി? എന്റെ ഉറക്കം തന്നെ നശിപ്പിച്ചു. നീലം അവളുടെ കണ്ണു തുറന്നു നോക്കിയതും മുൻപിൽ തന്റെ അമ്മായിയമ്മ നിൽക്കുന്നു. അയ്യോ അമ്മ, സോറി. അമ്മയെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. മോളെയും കണ്ടപ്പോൾ എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പെണ്ണാലോചിച്ചു വന്നപ്പോൾ നിനക്ക് നല്ല അടക്കവും ഒതുക്കവും കാണുമെന്നാ കരുതിയത്. ഇവരിനി എപ്പോൾ പോകുമോ ആവോ? ഇവർ ഇവിടെ ഉള്ളതുവരെ എന്റെ ജീവിതം നരക തുല്യമായിരിക്കും. എടാ പണിയൊന്നുമില്ലാത്തവനെ, ഇപ്പോഴും കിടന്നുറങ്ങുവാണോ? എന്തെങ്കിലും ജോലി ചെയ്യേ. എത്ര നാൾ വരെ നീ ഈ കുടുംബത്തിന്റെ മാനം കളയും? ഒരുപാട് കഷ്ടപ്പെട്ടവരൊക്കെ നേടിയിട്ടുണ്ടോ? എനിക്കൊന്നും കിട്ടില്ല. രൂപയെ നോക്കൂ, ദിവസം മുഴുവനും അധ്വാനിക്കുന്നുണ്ട്. എന്നാൽ അവൾ രാവിലെ ചായയല്ലേ ഉണ്ടാക്കുന്നത്. കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്ത് കിട്ടില്ല എന്ന് നീ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞേ മനസ്സിലാക്കൂ. വേഗം വരണേ അമ്മേ, ഞാൻ അമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കും. എന്റെ പൊന്നു മോള് വിഷമിക്കണ്ട. നീ വലിയ ഒരു ഓഫീസർ ആകാൻ വേണ്ടിയാണ് ഞാൻ ഈ യാത്രയ്ക്ക് പോകുന്നത്. ദൈവം നിന്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി തരുമോളെ. ഇങ്ങനെ പറഞ്ഞ് അവർ അവിടെ നിന്നും പുറപ്പെട്ടു പോയി. അമ്മായിയമ്മ പോയതും നീലം വീണ്ടും രൂപയെ കുറ്റം പറഞ്ഞ് അവളെ ജോലി ചെയ്യിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം രൂപ വീട് തൂത്തുവാരുമ്പോൾ
അവളുടെ ഫ്രണ്ട് രൂപയ്ക്ക് വന്ന് ഒരു ലെറ്ററുമായി വന്നു. രൂപേ, നീ എന്താ കോളേജിൽ വരാതിരുന്നത്? ഇതാ നിനക്കൊരു ലെറ്റർ വന്നിരിക്കുന്നു. എന്താ കാര്യമെന്ന് പറ. അതുപോലെ ഇതേതാ ലെറ്റർ? കോളേജിൽ റണ്ണിംഗ് കോമ്പറ്റീഷൻ നടത്തിയില്ലേ, അതിൽ നീയും ഞാനും സെലക്ട് ആയി. ഇത് ഗവൺമെന്റിൽ നിന്നും വന്ന ലെറ്ററാ. നമുക്ക് ഈ പോലീസ് റണ്ണിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് പോലീസായി മാറാം. എന്താ, സത്യമാണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതിനി സത്യമാണെങ്കിൽ നിന്റെ വായിൽ ഞാൻ മുട്ടായി കൊണ്ട് നിറയ്ക്കും. നീലം കോമളും രൂപയും സംസാരിക്കുന്നത് കണ്ട് അവൾ അവരുടെ അടുത്തേക്ക് വന്നു. അയ്യോ, രണ്ടുപേരും നല്ല സന്തോഷത്തിലാണല്ലോ. എന്താ കാര്യം? പിന്നെ രൂപയുടെ കയ്യിൽ എന്താ ഈ ലെറ്റർ? ഉറപ്പായും നിന്നെ സ്നേഹിക്കുന്ന ആരെങ്കിലും തന്നതായിരിക്കും. അതുകൊണ്ടാ നീ വീട്ടുജോലികളിലൊന്നും ശ്രദ്ധിക്കാത്തത്. രാവിലെ ലേറ്റായും എഴുന്നേൽക്കുന്നു. ചേച്ചി എന്നെ തെറ്റിദ്ധരിച്ചതാണ്. ഈ ലെറ്റർ ഗവൺമെന്റിൽ നിന്ന് വന്നതാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഓപ്പണിംഗ് ഉണ്ട്. എനിക്കും ഇതിൽ പങ്കെടുക്കണം. പിന്നെ നല്ലൊരു പോലീസ് ഓഫീസറായി മാറി ജനങ്ങളെ സേവിക്കുകയും ചെയ്യണം. നീ പോലീസോ? നീ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു കഴുത നശിച്ചു പോകുന്ന ഒരു ഗ്രാമത്തെ രക്ഷിക്കാൻ പോകുന്നത് പോലുണ്ട്. കൊള്ളാം എന്തായാലും. നീലം പറയുന്നത് കേട്ട് രൂപയ്ക്ക് വിഷമമായി. അവൾ കോമളിനെയും വിളിച്ചുകൊണ്ട് വീടിന്റെ ടെറസിലേക്കും അവൾ പോയി. നീ വിഷമിക്കേണ്ട രൂപേ, എനിക്ക് വിശ്വാസമുണ്ട്. നീ ഉറപ്പായും പോലീസാകും. താങ്ക് യു കോമൾ. നീ ഒരാൾ മാത്രമാ എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. പതുക്കെ പതുക്കെ പോലീസ് അപ്പോയിന്റ്മെന്റിനുള്ള ദിവസവും അടുത്തു. ഇപ്പോൾ രൂപ വീട്ടുജോലികളിൽ ശ്രദ്ധ പുലർത്താതെ പോലീസ് ആകാൻ വേണ്ടി അവൾ കഠിനമായി പ്രയത്നിക്കാൻ തുടങ്ങി. ഒരു ദിവസം നീലത്തിന്റെ ഭക്ഷണത്തിൽ ഉപ്പ് കൂടിയതുകൊണ്ട് അവൾ അത് ഒരു വലിയ പ്രശ്നമാക്കി മാറ്റി. രൂപേ, എടി രൂപേ, നീ എവിടെ പോയി തുളഞ്ഞു? ഭക്ഷണത്തിൽ എന്തോരം ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ ഉപ്പിട്ടിട്ട് എന്നെ കൊല്ലാൻ നോക്കുവാണോ? ചേച്ചി, എന്നോട് ക്ഷമിക്കൂ. എന്റെ ശ്രദ്ധ മാറിപ്പോയതാണ്. സോറി ചേച്ചി. നിന്റെ സോറി കേട്ടിട്ടിപ്പോൾ എന്താ കാര്യം? ഇന്നത്തെ എന്റെ മൂഡ് പോയില്ലേ? നിന്റെ ചേട്ടനിങ്ങ് വരട്ടെ. നിന്നെ ഇനി വീട്ടിൽ നിന്ന് വെളിയിലിറക്കാത്ത പോലെ ആക്കാം. നീ ഇനി ഒരു എക്സാമും എഴുതാൻ പോകണ്ട. നീ ഇനി വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. നീലം രൂപയെ ഒരു റൂമിൽ അടച്ചു വെച്ചു. നീലം അന്ന് മുഴുവനും കരഞ്ഞു. 2 ദിവസം കഴിഞ്ഞാൽ അവളുടെ പോലീസ് എക്സാം ആണ്. അതിനുവേണ്ടിയാണ് അവൾ ഫുള്ളായി പ്രിപ്പയർ ചെയ്യുന്നത്. എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ ജീവിതം മുഴുവനും ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും. രൂപ മറ്റൊന്നും ചിന്തിക്കാതെ വീട്ടിലെ ജനലിലൂടെ ഓടിപ്പോയി. രാവിലെ എഴുന്നേറ്റതും നീലത്തിന് ചായ കിട്ടാത്തത് കൊണ്ട് രാവിലെ ആയി, ഇതുവരെ രൂപ ചായ പോലും തന്നില്ല. അയ്യോ, ശരിയാണല്ലോ. ഞാനല്ലേ അവളെ റൂമിൽ അടച്ചിട്ടത്. നീലം രൂപയുടെ മുറി തുറന്നതിന് ശേഷം രൂപ വീട്ടിൽ നിന്നും ഓടിപ്പോയ കാര്യം മനസ്സിലായി. നീലം ഉടനെ നീരജിന്റെ അടുത്തേക്ക് പോയി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവൾ ഓടിപ്പോയി. രൂപയെ സ്നേഹിക്കുന്നവർ ഒരുപാടുണ്ടായിരുന്നു. അവളിനി ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടിപ്പോയതാണോ? എനിക്കെല്ലാം അറിയാം. കുറച്ചുനാൾ കഴിയുമ്പോൾ അവൾക്ക് ബുദ്ധി വരും. അപ്പോൾ അവൾ തന്നെ വീട്ടിലേക്ക് വരും. നീരജും നീലമും കുറെ മാസങ്ങൾ വെയിറ്റ് ചെയ്ത ശേഷം പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാമെന്ന് അവർ തീരുമാനിച്ചു. നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാം. രൂപയെ ചിലപ്പോൾ കിട്ടിയാലോ? എനിക്കങ്ങനെ ചെയ്യാൻ തോന്നുന്നില്ല. എന്നാൽ നിങ്ങൾ പറയുന്നത് കൊണ്ട് വരൂ, പോകാം. നീലമും നീരജും പോലീസ് സ്റ്റേഷനിലേക്ക് കംപ്ലൈന്റ് ചെയ്യാനായി പോയി. അവിടെ പോയതിനു ശേഷം അവർ രണ്ടുപേരും ഷോക്കായി പോയി. അവിടെ പോയി നോക്കിയപ്പോൾ ആ പോലീസ് സ്റ്റേഷന്റെ ഇൻചാർജ് രൂപയായിരുന്നു. രൂപേ, നീ ഇവിടെ? എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഞാനിതെന്താ കാണുന്നത്? പിന്നിൽ നിന്നും അമ്മായിയമ്മയുടെ ശബ്ദവും കേട്ടു. ഞാൻ ആദ്യം തന്നെ നിന്നോടും ഒരുപാട് കഷ്ടപ്പെടാൻ പറഞ്ഞിരുന്നു. നീലമും നീരജും രൂപയോട് മാപ്പും ചോദിച്ചു. അവർ രൂപയോട് വീട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി റിക്വസ്റ്റും ചെയ്തു. ഞാൻ ഉറപ്പായും വരാം. എന്നാൽ ഇത്തവണ എനിക്ക് ചേച്ചി വേണം ചായ ഉണ്ടാക്കി തരാൻ.